ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ട ഒരു കൾച്ചറൽ പോർഷൻ ആണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യാം. ഒന്നാമത് നിങ്ങൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആയിട്ട് ഡൽഹി സൽത്തനറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. ആഫ്റ്റർ സ്റ്റഡിങ് അബൌട്ട് ദിസ് ഡൽഹി സൽത്തനേറ്റ്, നിങ്ങൾ മുഗൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. അതർ ഡൈനാസീസ് ഇൻ ഡ്യൂറിംഗ് ദിസ് മിഡിവൽ പീരീഡ് പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ കാലഘട്ടത്തിലെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ സ്റ്റൈലുകൾക്ക് ഒരു ഇസ്ലാമിക് ടച്ച് കാണാൻ വേണ്ടി സാധിക്കും, ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ ട്രഡീഷൻസ്. അതിനാണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന എന്താണ്, ഇന്ത്യ പ്ലസ് ഇസ്ലാമിക്, അല്ലെങ്കിൽ ഇന്ത്യ പ്ലസ് പേർഷ്യൻ ഓർ അറബിക് ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള ചില ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ കോമ്പിനേഷൻ ആണ്, ബ്ലെൻഡിങ് ആണ് എന്നുള്ള കാര്യം ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ഒരു ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലൂടെയും അതുപോലെ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ആയിട്ടുള്ള ചില സൈറ്റുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സോ ഏർലി പീരീഡ് എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫേസ് ഇങ്ങനെ പറയാം. ഒന്നാമത്തെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഡൽഹി സൽത്തനറ്റിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോമിനൻസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതിലെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്ന കുത്തബ് മിനാർ ഉണ്ടാക്കിയതാരാണ്, കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് വരുന്നത്. അപ്പൊ അതിലെല്ലാം ചില ഇസ്ലാമിക് ടച്ചുകൾ കാണാൻ വേണ്ടി സാധിക്കും, ലൈക്ക് കാലിഗ്രഫി, ജോമെട്രിക് പാറ്റേൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് എന്താന്നുള്ളത് വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദെൻ വി കൻ ഡിസ്കസ്. അപ്പൊ ഒന്നാമത്തെ ഡൽഹി സൽത്തനറ്റിന്റെ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കമ്മിങ് ടു ദ സെക്കൻഡ് ഫേസ്, ദാറ്റ് ഈസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് മുഗൾസ്. മുഗൾസിന്റെ കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്, എസ്പെഷ്യലി ഇൻ ദി ഗ്രാൻഡ്യൂർ ആൻഡ് ഒപ്പുലൻസ്. അതായത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഭംഗി കൂട്ടുന്നതിൽ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിട്ട് മുഗൾ ഫേസിൽ വരുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് എടുത്ത് നോക്കുന്ന ഇന്ത്യ ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ യു കനോട്ട് സിംപ്ലി അവോയ്ഡ് എനി മുഗൾ മോണിമെന്റ്സ്. മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു മോണിമെന്റ്സും നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ടൂറിസത്തിൽ നിന്നോ എടുത്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത്രക്കും സിഗ്നിഫിക്കന്റ് ആയിട്ട് ലോകത്ത് വലിയ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണിമെന്റ്സ് ആയിട്ട് നിൽക്കുന്ന പലരുണ്ട്. അതിലൊന്നാണ് ഹുമയൂൺസ് ടൂംബ് എന്ന് പറയുന്നത്, ഹുമയൂൺ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ടൂംബ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് താജ്മഹൽ ഇൻ ആഗ്ര. അപ്പൊ ഹുമയൂൺ ടൂംബ് ഡൽഹിയിലാണ് എന്നുള്ളതും താജ്മഹൽ ആഗ്രയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഹുമയൂൺ ടൂംബ് ഉണ്ടാക്കുന്നത് ഹുമയൂണിന്റെ മരണശേഷം ഹുമയൂണിന്റെ വൈഫായിട്ടുള്ള ബേഗ ബീഗമാണ്. ബേഗ ബീഗത്തിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അക്ബർ ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ പേർഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള മുഗൾ ആർക്കിടെക്ചറിന് ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ഹുമയൂൺസ് ടൂംബ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് വലിയൊരു ഡോം ഉണ്ട്, അതുപോലെ ഗാർഡൻസ് ഉണ്ട്. ഗാർഡൻസിന് വിളിക്കുന്ന പേര് ചാർബാഗ് സ്റ്റൈൽ എന്നൊക്കെയാണ്, അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ പറയാം. താജ്മഹൽ വരാം, ഷാജഹാൻ ഉണ്ടാക്കുന്നു വൈഫ് മുംതാസ് മഹലിന് വേണ്ടി. അതിലും നമുക്ക് ഒരുപാട് മാർബിൾ വർക്ക്, ജോമെട്രിക് ഡിസൈൻസ്, കാലിഗ്രാഫി, സിമെട്രിക്കൽ ലേഔട്ട്, ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനത്തെ ചില മോണിമെന്റ്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ മോണിമെന്റ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം പഠിക്കാൻ പറ്റും എന്ന് ചുരുക്കം. അപ്പൊ ഒന്നാമത്തത് ഏർലി പീരീഡ്, രണ്ടാമത് മുഗൾ പീരീഡ് എന്നുള്ള, അല്ലെങ്കിൽ ഒന്നാമത് ഡൽഹി സൽത്തനറ്റ്, രണ്ടാമത് മുഗൾ പീരീഡ്. ഇതല്ലാതെയും നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡക്കാൻ ഭാഗത്ത് സൽത്തനേറ്റുകൾ ഉണ്ടായിരുന്നു. ലൈക്ക് വി ഹാവ് ദ ഡിസ്കഷൻ ഓൺ ബാമണി കിങ്ഡം, റൈറ്റ്? ബാമണി സുൽത്താൻമാരും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന, അതിൽ നിന്ന് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഡക്കാനി സുൽത്താനേറ്റ്. അവർക്കൊക്കെ എന്തുണ്ടായിരുന്നു, അവരായിട്ടുള്ള യുണീക് ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ടായിരുന്നു, വിത്ത് ഇൻഫ്ലുവൻസ് ഫ്രം പേർഷ്യ. പേർഷ്യയുടെയും ഇന്ത്യൻ ആർക്കിടെക്ചർ എലമെന്റ്സിന്റെയും കൂടി ചേർന്നതിന്റെ ഭാഗമായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കർണാടകയിലെ ബിജാപൂർ ഭാഗത്തുണ്ടായിരുന്ന ഗോൽ ഗുംബസ്. അപ്പൊ ഏത് സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പിടുത്തം കിട്ടി, ബിജാപൂർ സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഗോൽ ഗുംബസ് ബിൽഡ് ബൈ ദ ആദിൽ ഷാഹി ഡൈനാസ്റ്റി. അപ്പൊ ബിജാപൂർ ഭരിച്ചിരുന്ന ഡൈനാസ്റ്റിയുടെ പേരാണ് ആദിൽ ഷാഹി ഡൈനാസ്റ്റി. അപ്പൊ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് കൂടെ ഇതിന്റെ കൂടുതൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ആൻഡ് ദാറ്റ് സെക്കൻഡ് ലാർജസ്റ്റ് ഡോം ഇൻ ദ വേൾഡ്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കൂടാരങ്ങളിൽ ഒന്നാണ് എന്ത്, ഈ ഗോൽ കോമ്പസിലുള്ളത്. മുഹമ്മദ് ആദിൽ ഷാ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒരു ശവകുടീരം നമുക്ക് അതിനകത്ത് കാണാനും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഫേസുകൾ, ഡിഫറെന്റ് സ്കൂൾസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട സ്കൂളുകൾ അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേജുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഡിസ്കഷൻ, ദാറ്റ് ഈസ് ഓൺ വാട്ട് ആർ ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. അതിലൊന്നാണ് ദ ബ്ലെൻഡ് ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, ഇൻ വിച്ച് യു ക്യാൻ സീ ദ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. അതില്
ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു, ഇസ്ലാമിക് വേൾഡിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ദാറ്റ് ഇന്റഗ്രേറ്റ് എലമെന്റ്സ് ഓഫ് ഹിന്ദു, പേർഷ്യൻ, ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലുകൾ കാണാൻ വേണ്ടി പറ്റുന്നുള്ള അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഡൽഹിയിലെ ജമാ മസ്ജിദ്. ഇത് ഡൽഹിയിലെ ജമാ മസ്ജിദ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, അതുപോലെ ഗുജറാത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജമാ മസ്ജിദ് ഉണ്ട്, അതും ഭയങ്കര സിഗ്നിഫിക്കന്റ്. അതിന്റെ പില്ലാർസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു ടെമ്പിൾസിൽ കാണപ്പെടുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഈവൻ നമ്മുടെ കേരളത്തിലെ കോഴിക്കോടുള്ള മിഷ്കാൽ പള്ളിയും ഏകദേശം 14-ാം നൂറ്റാണ്ടിന്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ഒന്നാണ്. സോ ഇനി ഹൗ ദ ജമാ മസ്ജിദ് ഇൻ ഡൽഹി, അത് ഉണ്ടാക്കുന്നവരാണ് ഷാജഹാനാണ് ഉണ്ടാക്കുന്നത്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം ഫീച്ചർ ആയിട്ടുള്ള ഡോമുകൾ കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് ഡോം എന്ന് വിളിക്കുന്നത്. മിനാരറ്റ്, മിനാരങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ഡെക്കറേഷന്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഹിന്ദു മോട്ടീവ്സ് ആയിട്ടുള്ള ലൈക്ക് ലോട്ടസ് ആകാം, ലീഫുകളാകാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ചില ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. സോ ബ്ലെൻഡ് ഓഫ് സ്റ്റൈൽസ്, അതാണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ കോർ കോൺസെപ്റ്റും കോർ ഫീച്ചർ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട്, യു കൻ സീ ദ കാലിഗ്രഫി ആൻഡ് ഓർണമെന്റേഷൻ. കാലിഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതാണ് എഴുത്ത് രീതി എന്ന് പറയുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. ഇങ്ങനെ അറബിക് രീതിയിൽ ഡിഫറെന്റ് സ്റ്റൈലുകളായിട്ട് ഉപയോഗിച്ച് എഴുതുന്ന മെത്തഡോളജിയെ വിളിക്കുന്ന പേരാണ് കാലിഗ്രഫി. അപ്പൊ ഇസ്ലാമിക് റൈറ്റിംഗ് സ്റ്റൈൽ അത് വളരെ ആർട്ട്ഫുൾ ആയിട്ട് ഒരു ആർട്ടാണ് എന്ത് കാലിഗ്രഫി എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കാലിഗ്രഫി ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഡിസൈൻസിന് വിളിക്കുന്ന പേരാണ് അറബിസ്ക്യൂ എന്നുള്ളത്. അറബിസ്ക്യൂ, ഈ ടേം ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നാവും. അറബിസ്ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡിസൈൻ ടേംസ് ആണ്, ഡിസൈൻ ടേംസ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇവരുടെ ഒരു ഓർണമെന്റേഷനും കാലിഗ്രാഫിയുടെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത്, വി കൻ സി ഇൻ ദ മേജർ മോണിമെന്റ്സ്, പ്രധാനപ്പെട്ട എല്ലാ മോണിമെന്റ്സിലും നമുക്ക് അറബിസ്ക്യൂം കാലിഗ്രഫി എല്ലാം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. അതിന് മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹൈദരാബാദിലെ ചാർമിനാറ. 4 മിനാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് ചാർമിനാർ എന്ന് വിളിക്കുന്നത്. അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയാണ്. അപ്പൊ നമ്മൾ ബിജാപ്പൂരിലെ ആദിൽ ഷാഹി ഡൈനാസ്റ്റിയാണ് ഗോൽ ഗുംബസ് ഉണ്ടാക്കിയെന്ന് പഠിച്ചു. എന്ന പോലെ ചാർമിനാർ ഹൈദരാബാദ് ഗോൽക്കൊണ്ട ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു, അത് കുത്തുബ് ഷാഹിയാണ്. അപ്പൊ അതുണ്ടാക്കുന്നത് സുൽത്താൻ മുഹമ്മദ് അലി ആണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ ഡെക്കറേഷൻസും ഖുർആനിക വചനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ബേസിക് പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ കാലിഗ്രഫി എന്ന് പറയുന്നത് ഇതാണെന്നുള്ളതും അറബിസ്ക്യൂ എന്നാണ് ഇങ്ങനത്തെ പാറ്റേൺ ഡിസൈൻസ് വെച്ചിട്ടുള്ള ഈ ഡിസൈൻ വിളിക്കുന്ന പേര് എന്നുള്ള അറിഞ്ഞിരിക്കുക. ഈവൻ നമ്മൾ ഈ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് താജ്മഹലിൽ വളരെ വലിയ റിഫ്ലക്ഷനിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. സോ അടുത്തൊരു പോയിന്റ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്, ദാറ്റ് ഈസ് യൂസ് ഓഫ് ജാലി സ്ക്രീൻസ്. ജാലി സ്ക്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകത്തോട്ട് ലൈറ്റ് പ്രവേശിക്കാൻ വേണ്ടി ജനവാതിലുകൾക്ക് തുള കൊടുത്തിട്ട് അതിനെ ഒരു ഡിസൈൻഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറ്റിയ ഒന്നാണ്. സോ ഇൻട്രസ്റ്റിംഗ്ലി കാർവ്ഡ് സ്റ്റോൺ സ്ക്രീനുകളാണ് വരുന്നത്. അതിൽ ജോമെട്രി പാറ്റേൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ ചില കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ലൈറ്റും എയറൊക്കെ അതിന്റെ അകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നമ്മളുടെ ഏകദേശം എല്ലാ മോണിമെന്റ്സിലും ജാലി എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാൻ വേണ്ടി പറ്റും. പേൾ മോസ്ക് ഉണ്ട് റെഡ് ഫോർട്ടിന് അകത്തുള്ളത്. റെഡ് ഫോർട്ട് വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, ആ റെഡ് ഫോർട്ട് ഉണ്ടാക്കുന്നത് ഷാജഹാനാണ്. അതിന്റെ അകത്ത് ഒരു മോത്തി മസ്ജിദ് ഉണ്ട്, അതുണ്ടാക്കുന്നത് ഔറംഗസീബാണ്. അതായത് അതിനകത്തുള്ള മോത്തി മസ്ജിദ് ഉണ്ടാക്കുന്നത് ഔറംഗസീബാണ്. അതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഇങ്ങനത്തെ ഒരുപാട് മാർബിൾ കൊണ്ടുള്ള ജാലി സ്ക്രീൻസ് ഉണ്ടാക്കിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഐ ക്യാൻ ഷോ യു ദ പിക്ചർ. ഇത് കണ്ടോ? ഈ രണ്ടാമത്തെ പിക്ചർ കണ്ടോ? ഈ ജനവാതിൽ കണ്ടില്ലേ? ഒരുപാട് ഡിസൈൻഫുൾ ആയിട്ട് അതിന്റെ കൂടെ ലൈറ്റ് പ്രവേശിക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ആ ഫ്ലോറിങ്സിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് ജാലി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ജാലി കേട്ടോ. ആ രീതിയിൽ ഒന്ന് ആ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്താണ് വാട്ടർ ഫീച്ചേഴ്സ്. ഈ വാട്ടർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട്. അതെന്തിനാ? വാട്ടർ ഈസ് ദ സിമ്പിൾ ഓഫ് പ്യൂരിറ്റി ആൻഡ് ട്രാങ്ക്വിലിറ്റി. ഓക്കെ, ശുദ്ധിയാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണല്ലോ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഗാർഡനുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഗാർഡൻസ്. അപ്പൊ അതിൽ ചില ഗാർഡൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഷാലിമാർ ബാഗ് ഇൻ ശ്രീനഗർ. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗാർഡൻ ആണ് ഷാലിമാർ ബാഗ് എന്നുള്ളത്. അതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വാട്ടർ ചാനലുകളും വാട്ടർ ഫൗണ്ടൈൻസും. വെള്ളം ഇങ്ങനെ തെറിച്ചു വീഴുന്ന നമ്മൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്ന പോലെ ചില സംഗതികൾ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ചാർ ബാഗ് ലേഔട്ട്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈന്.
ഇതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതൊരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആണ്. പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് ചാർബാഗ് എന്ന് പറയുന്നത്. 4 ഭാഗത്തും ഗാർഡൻ വരിക എന്ന് പറയുന്ന രൂപത്തിലോട്ട്. 4 ഗാർഡൻ പാറ്റേൺ. അതിൽ തന്നെ വാട്ടർ ചാനലുകളും പാത്വേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ താജ്മഹൽ ഉണ്ട്, ഹുമയൂൺസ് ടോംബിൾ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റുന്നതാ. നമുക്ക് മറ്റൊരു രീതിയിൽ ചിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടോ, ഇതാണ് അവരുടെ മുകൾ ഗാർഡൻസ് എന്ന് പറയുന്നത്. അതിൽ വാട്ടറിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേ സമയത്ത് ഇത് നോക്കിക്കേ, ഇതിനെ വിളിക്കുന്ന പേരാണ് ചാർബാഗ്. അതായത് ഇവിടെ സെൻട്രലിലാണ് മോണുമെന്റ് വരുന്നത് വിചാരിക്കുക, എം എന്നിട്ട് ഞാൻ മോണുമെന്റ് ബിൽഡിംഗ്. അതിന്റെ 4 ഭാഗത്തും ആയിട്ട് എന്തുണ്ടാവും, ഗാർഡൻസ് ഉണ്ടാവും. അതേ സമയത്ത് നടുവിലൂടെ വാട്ടർ കനാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾ താജ്മഹൽ പോയവർക്ക് അത് കാണാൻ പറ്റും, ഹുമയൂൺസ് ടോംബിൽ പോയവർക്ക് അത് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ബേസിക് ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഈ ടേംസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇനി എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. ദേ ആർ ഹാവിങ് മൾട്ടി ഫങ്ഷനാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഒന്ന് റിലീജിയസ് ആകാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആകാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ താമസത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും ഓരോ ബിൽഡിങ്ങുകൾക്കും അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുകൾ ഉണ്ടായിരുന്നുള്ള. അപ്പോ റിലീജിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ പറ്റുന്നതാണ് മസ്ജിദുകൾ, അല്ലെങ്കിൽ സൂഫി ദർഗകൾ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആഗ്ര ഫോർട്ട് പോലെയുള്ളത് അക്ബർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതില് മിലിറ്ററി ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു. ഈവൻ അതിന്റെ അകത്ത് തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ദിവാനി ആം ഉണ്ടായിരുന്നു. ദിവാനി ഖാസ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഒഫീഷ്യൽസിനെ മീറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ബിൽഡിങ്ങുകൾക്ക് മൾട്ടി ഫങ്ഷനാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇന്നോവേറ്റീവ് സ്ട്രക്ചറൽ ടെക്നിക്കുകളും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ മോണുമെന്റ്സിനും അതിനായിട്ടുള്ള ടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസ് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓരോന്നും എല്ലാം ഒരേപോലെ ഓരോ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാം ഒരേപോലെ റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ അല്ലാത്ത രൂപത്തിലോട്ട് വരാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. വി ക്യാൻ സീ ദ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. അതിൽ നമുക്ക് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ടെക്നിക്ക് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഗോൽ ഗുംബസ് ഇൻ ബിജാപൂർ ബൈ ആദിൽ ഷാഹി ഡൈനാസ്റ്റി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഉണ്ടായിരുന്നു. അൺസപ്പോർട്ടഡ് ഡോം ഉണ്ട്, ദാറ്റ് സ്പാനിങ് 40 മീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. 44 മീറ്റർ ഡയമീറ്ററിൽ നിൽക്കുന്ന അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ഡോം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അത് അവരുടെ എഞ്ചിനീയറിംഗ് മെത്തേഡ് കാണിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഓരോ ഡോമുകളും അല്ലെങ്കിൽ ഓരോ ആർക്കിടെക്ചറൽ സ്റ്റൈലുകളും ഓരോന്നിന്റെ യുണീക്നെസ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട ചില മോണുമെന്റ്സിനെ കുറിച്ചാണ്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമുക്ക് ഡൽഹിയില് കുത്തബ് കോംപ്ലക്സ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഡൽഹിയില് മെഹ്റോളി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മെഹ്റോളി. അപ്പോ ഒന്ന് കുത്തബ് മിനാർ, അലൈ ദർവാസ, കൂവത്തുൽ ഇസ്ലാം മസ്ജിദ്, അയൺ പില്ല, ഇങ്ങനെ കുറച്ച് മോണുമെന്റ്സ് നമുക്ക് ഈ കുത്തബ് കോംപ്ലക്സിന്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി കുറച്ച് കാര്യങ്ങൾ പറയുകയും ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഒന്ന് കുത്തബ് മിനാർ. ഇത് ഉണ്ടാക്കുന്നത് ആരാണ്? ആ പേര് സൂചിപ്പിക്കുന്ന പോലെ കുത്തുബുദ്ദീൻ ഐബക്ക് ആണ്. കുത്തുബുദ്ദീൻ ഐബക്ക് 1191 സമയത്തൊക്കെയാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ഓൺ ദ കോമെമ്മറേഷൻ ഓഫ് എ സൂഫി സെയിന്റ്. അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൂഫി സന്യാസി ഉണ്ട്, പേരാണ് കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി. കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന സൂഫി സെയിന്റിനുമായി അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഇതിലോട്ട് ഫർദർ അഡീഷൻസ്, ഇതിൽ 5 സ്റ്റോറീസ് ഉണ്ട് ആക്ച്വലി. പിന്നീട് ഇതിലോട്ട് അഡീഷൻസ് കൊണ്ടുവരുന്ന ആരാണ്? ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ ഇതിന് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പയർമെന്റ് വർക്ക് വരുന്നുണ്ട്. അതായത് ഇത് ഇടിമിന്നലേറ്റ് തകർന്നപ്പോൾ റിപ്പയർമെന്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇത്രയും ബേസിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിരിക്കുക. 71.4 മീറ്റർ ഹൈറ്റും ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. മേക്ക് ഇറ്റ് ഫാസ്റ്റർ.
ഓക്കെ, സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ എക്സ്പെഡീഷന് ശേഷം അവിടെ ഉണ്ടാക്കുന്ന ഒരു ടെമ്പററി മസ്ജിദ് ആണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന ഫസ്റ്റ് മസ്ജിദ് ഇൻ നോർത്ത് ഇന്ത്യ. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് കോൾഡ് അയൺ പില്ലർ. അയൺ പില്ലർ. അയൺ പില്ലറിന്റെ കുറച്ച് ബ്രീഫ് കാര്യങ്ങൾ ഞാൻ പറയാം, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയും ചെയ്യാം. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മെഹ്റോളിയിലെ അയൺ പില്ലർ എന്ന് പറയുന്ന ഈ അയൺ പില്ലറിന്റെ പ്രത്യേകത, ഇത് ഒന്ന് ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അതിൽ പറയുന്ന രാജാവിന്റെ പേര് ചന്ദ്ര എന്നുള്ളതാണ്. ആൻഡ് ഹിസ്റ്റോറിയൻസ് ബിലീവ് ദാറ്റ് അത് ചന്ദ്രഗുപ്ത രണ്ടാമനാകണം എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത അയൺ ആണ്, തുരുമ്പ് പിടിച്ചിട്ടില്ല ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഈ അയൺ പില്ലർ യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു ഒറിജിൻ പ്ലേസ്, അതായത് എവിടെയായിരുന്നു ഇത് ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? അവിടെ നിന്നും അതിനെ ഡൽഹിയിലോട്ട് മാറ്റിയിട്ടുള്ള മിഡീവൽ കിങ് ആരാണ്? ദ മിഡീവൽ കിങ് ഹു ആക്ച്വലി transferred this Mehroli iron pillar from their origin place to Delhi. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് കുറച്ച് സിഗ്നിഫിക്കന്റ് ആണ്, ഒന്ന് ശ്രമിക്കാം കേട്ടോ. ഇതാണ് ബേസിക് ഇൻഫർമേഷൻ. പിന്നെ അറായ് ദിൻ കാ ജോൻപ്ര എന്ന് പറയുന്ന ഒരു 2.5 ദിവസത്തെ പള്ളിയുണ്ട്. 2.5 ദിവസത്തെ പള്ളി അജ്മീർ രാജസ്ഥാന്റെ ഭാഗത്ത്. 2.5 ദിവസം, 2.5 days. അതാണ് അറായ് ദിൻ കാ എന്ന് പറയുന്നത്. ജോൻപ്ര അവിടെ ഉണ്ടായിരുന്ന ജൈൻ ഓർ വിഷ്ണു ഇങ്ങനെ ഏതൊരു ടെമ്പിള് തകർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി. അലൈ ദർവാസ, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ് വരുന്നത്. ഒന്ന് അലൈ ദർവാസ, ഒരു എൻട്രൻസ് ഡോർ ആണ്. നമ്മൾ ഈ കുത്തബ് മിനാറിലോട്ടുള്ള ഒരു എൻട്രൻസ് ആണ് അലൈ ദർവാസ, ഡോർ എന്നുള്ള രൂപത്തിലോട്ട് ഒരു ഗേറ്റ് വരുന്നുണ്ട്. അലൈ മിനാർ, കുത്തബ് മിനാറിനേക്കാൾ 2 ഇരട്ടി വലുപ്പവും വീതിയുള്ള ഒന്നാക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അലൈ മിനാർ. അൺഫോർച്ചുനേറ്റ്ലി പണി കഴിഞ്ഞിട്ടില്ല, പക്ഷെ അത് അങ്ങനെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ, അലൈ മിനാർ. ഇനി നമ്മൾ മുഗൾസിന്റെ കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. മുഗൾസിന്റെ കാലഘട്ടത്തിൽ ആദ്യം നമുക്ക് കുറച്ച് ഗാർഡൻസിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഗൾസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഗൾ ഗാർഡൻസ്. അതിൽ റണ്ണിങ് വാട്ടർ ഉണ്ട്, വാട്ടർ സർവീസ് ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിഷാത്ത് ബാഗ് എന്ന് പറയുന്ന ഒരു ഗാർഡൻ ഉണ്ട്, കാശ്മീരിൽ ബൈ ആസിഫ് ഖാൻ ആണ് ഉണ്ടാക്കുന്നത്. ഷാലിമാർ ബാഗ് എന്ന് പറയുന്നത് ഷാജഹാന്റെ കാലഘട്ടത്തിലും പിന്നീട് ജഹാംഗീറിന്റെ കാലഘട്ടത്തിലും എല്ലാം മോഡിഫിക്കേഷൻ, ആദ്യം ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ പിന്നീട് ഷാജഹാന്റെ കാലഘട്ടത്തിലും മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. പിഞ്ചൂർ ഗാർഡൻ വരുന്നുണ്ട് ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ, പിഞ്ചൂർ ഗാർഡൻ. അപ്പൊ ഈ ഗാർഡന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന 2 ടേംസ് ആണ് ദിവാനി ആമും ദിവാനി കാസും. ദിവാനി ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. അപ്പൊ രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയുള്ള പബ്ലിക് ഓഡിയൻസിന് വേണ്ടി ഒരു ഹാള് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ആഗ്ര ഫോർട്ടിലും പിന്നീട് റെഡ് ഫോർട്ടിലൊക്കെ വരുന്നുണ്ട്. ദിവാനി കാസ്, രാജാവ് മന്ത്രിമാരായിട്ട് സംസാരിച്ചിരുന്ന ഹാളിനെ വിളിക്കുന്ന പേരാണ് ദിവാനി കാസ് എന്നുള്ളത്. അപ്പൊ ഈ ടേംസ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാവും. ഇതൊന്നും മിസ്സാക്കരുത് കേട്ടോ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് അതൊക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രധാനപ്പെട്ട മോണുമെന്റ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മൾ ഈ മുഗൾ എംപയർ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് ഷേർഷാ സൂരി എന്ന് പറയുന്ന സൂർ ഡൈനാസ്റ്റിയിലെ രാജാവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബീഹാറിൽ ഒരു മൊസോളിയം വരുന്നുണ്ട്. ഡൽഹിയില് പുരാണ കില എന്ന് പറയുന്ന മറ്റൊന്നും വരുന്നുണ്ട്. ഇതാണ് ചിത്രം നോക്കുക. ഇതാണ് ബീഹാറിലെ സസാരം ടോം എന്ന് പറയുന്ന ഷേർഷായുടെ ടോം. ഷേർഷ മരിച്ചതിനു ശേഷം ഷേർഷയുടെ ശവകുടീരമുള്ളതാണ് സസാരത്തിലെ ബീഹാറിലെ ടോം എന്നുള്ളത്, അത് അറിഞ്ഞിരിക്കാം. ഡൽഹിയിലെ ഓൾഡ് സിറ്റിയാണ് പുരാണ കില എന്ന് പറയുന്ന ദ ഓൾഡ് ഫോർട്ട്. അത് ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതിനകത്തുള്ള പള്ളിയാണ് കിലായിക്കുന്ന മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഈ പേരുകളെങ്കിലും അറിഞ്ഞിരിക്കാം. പുരാണ കില ഡൽഹിയിൽ ഉണ്ടാക്കുന്നത് ഷേർഷയാണ്. ഓക്കെ, ഷേർഷയുടെ മറ്റൊരു മറ്റൊരു മോണുമെന്റ് ആണ് ബീഹാറിലെ സസാരത്തിലെ അദ്ദേഹത്തിന്റെ ടൂംബ് എന്നുള്ളത് മോണുമെന്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അക്ബറിന്റെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമുക്ക് ഉണ്ടാവാം. ഒന്ന് ആഗ്ര ഫോർട്ട്, റെഡ് സാൻഡ്സ്റ്റോൺ ഉണ്ടാക്കിയതാണ്. അപ്പൊ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് ആണെന്ന രീതിയിൽ അറിഞ്ഞിരിക്കുക. ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ദിവാനി ആമും ഖാസൊക്കെ വരുന്നത്. അപ്പൊ ആ രീതിയിൽ ആ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാവും. ഓക്കെ, രണ്ടാമതാണ് ഹുമയൂൺസ് ടോംബ്. 1571 പണി കഴിപ്പിക്കുന്നുണ്ട്, ഡൽഹിയിലാണ്. താജ്മഹലിന്റെ മുൻഗാമി എന്നൊക്കെ വിളിക്കും. 2 ഡബിൾ ഡോം ഉണ്ട്. അതായത് ഇത് മെയിൻ ഡോം ആണെങ്കിൽ അതിന്റെ അകത്ത് വേറെ ഒന്നുണ്ട്, അതാണ് അത് നിലനിർത്തുന്നത്.
ആൻഡ് ഫസ്റ്റ് ഗാർഡൻ ടൂംബ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഗാർഡൻ അല്ല, ഫസ്റ്റ് ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൂംബ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഫീച്ചർ ഇതിനുണ്ട്. മിറാഖ് മിർസ ഗിയാത്ത് എന്ന് പറയുന്ന പേർഷ്യൻ ആർക്കിടെക്ട് ആണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓക്കെ, ബേഗ് ബേഗ് എന്ന് പറയുന്ന വൈഫ് കമ്മീഷൻ ചെയ്തതാണ് ഉമ്മയുണ്ട്. അക്ബറിന്റെ ഒരു ക്യാപിറ്റൽ ആയിരുന്നു ആഗ്ര, രണ്ടാമത്തെ ക്യാപിറ്റൽ ആയിരുന്നു ഫത്തേപൂർ സിക്രി. 1571 മുതൽ 1585 വരെയുള്ള ഒരു 14 വർഷം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 മോണുമെന്റ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഫത്തേപൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഫത്തേപൂരിൽ നോക്കിക്കേ, അക്ബറിന്റെ ഇടക്കാല ക്യാപിറ്റൽ ആയിരുന്നു. അവിടെ 1, 2, 3, 4, 5 പഞ്ച്മഹൽ ഉണ്ടായിരുന്നു. അഞ്ചെണ്ണുള്ളതുകൊണ്ട് പഞ്ച്മഹൽ പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതിലോട്ടുള്ള എൻട്രൻസിന്റെ ഭാഗമായിട്ട് ബുലന്ദ് ദർവാസ എന്ന് പറയുന്ന ഒരു ഡോർ ഉണ്ട്. അപ്പൊ ബുലന്ദ് ദർവാസ പറഞ്ഞാൽ 1601 വരുന്നത്. എന്താണത്? അക്ബർ ആദ്യമായിട്ട് കടല് കാണുന്നതും ഗുജറാത്ത് പിടിച്ചെടുക്കുന്നതും ഒരേ സമയത്താണ്. ഗുജറാത്ത് പിടിച്ചെടുത്തതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള മോണുമെന്റ് ആണ് ബുലന്ദ് ദർവാസ എന്നുള്ളത്. ജനങ്ങളുടെ ഹൈറ്റും ഗേറ്റിന്റെ ഹൈറ്റും ഒന്ന് നോക്കിക്കേ, നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. നമ്മളുടെ വീടുകളൊക്കെ എന്താകും ഈ ഒരു ഗേറ്റിന്റെ മുന്നിൽ. ദെൻ സലിം ചിഷ്തിയുടെ ഒരു ടൂംബ് വരുന്നുണ്ട്. സൂഫി സെയിന്റ് ആയിട്ടുള്ള സലിം ചിഷ്തി അക്ബറിന്റെ മക്കളില്ലാതിരുന്ന സമയത്ത് സലിം ചിഷ്തിയുടെ ആശീർവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജഹാംഗീർ ജനിക്കുന്നുള്ളതും. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് സലീം എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉണ്ടായിരുന്ന ചിഷ്തി സിൽസിലയിൽ പെട്ടുണ്ടായിരുന്ന 16-ാം നൂറ്റാണ്ടിലെ സൂഫി വര്യനാണ് അത് സലീം ചിഷ്തി. ഇത് ഫത്തേപൂർ സിക്രിയിൽ തന്നെയാണ് ഉള്ളത്. വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മോണുമെന്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അക്ബറിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടെന്ന് അറിഞ്ഞിരിക്കണം. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? അക്ബർ മരിക്കുന്നുണ്ട്. അങ്ങനെ അക്ബറിന്റെ ഒരു ടോംബ് വരുന്നുണ്ട്, അത് സിക്കന്ദ്ര, ആഗ്രയിൽ തന്നെയാണ്. ആഗ്രയില് അക്ബറിന്റെ ടൂംബ് ശവകുടീരം വരുന്നതാണ് സിക്കന്ദ്ര എന്നുള്ളത്. ലാർജസ്റ്റ് ചാർബാഗ് ഇൻ ദ വേൾഡ്. അത്രയും വലിയ വിശാലമായിട്ടുള്ള ഓപ്പൺ ഗാർഡൻ ആണ്, വലിയ ഗാർഡൻ ആണത്. ഓക്കെ, അവിടെയാണ് ജഹാംഗീർ ഉണ്ടാക്കുന്ന ഈ ഒരു ടോംബ് വരുന്നത്. തുടങ്ങി വെക്കുന്നത് അക്ബർ തന്നെയായിരുന്നു, പക്ഷെ ഫിനിഷ് ആക്കുന്നത് ജഹാംഗീർ ആണ്. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ ജഹാംഗീറിന്റെ അമ്മായപ്പൻ, അമോഷൻ കാക്ക എന്ന് പറയുന്ന ഫാദർ ഇൻ ലോ, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോണുമെന്റ് ആണ് ഇത് വരുന്നത്. അത് ഉണ്ടാക്കുന്നത് ജഹാംഗീറും ജഹാംഗീറിന്റെ വൈഫായിട്ടുള്ള നൂർജഹാനാണ്. നൂർജഹാന്റെ ഉപ്പയാണ് ആര്? ഇത്തിമാദി ദൗള എന്ന് പറയുന്നത്. ആഗ്രയിൽ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ദ ടൂംബ് ഓഫ് ഇത്തിമാദി ദൗള എന്ന് പറയുന്ന വൈറ്റ് മാർബിൾ കൺസ്ട്രക്റ്റഡ് ഹോളി ഓഫ് വൈറ്റ് മാർബിൾ, ഫുള്ളി വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അതിൽ ഫ്ലോറൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെമി പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പിയട്ര ഡ്യൂറ. വിൽ ബി ഡിസ്കസിങ് ദിസ് പിയട്ര ഡ്യൂറ. നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം. ഓക്കെ, ഷാജഹാൻ, ദ പ്രിൻസ് ഓഫ് ആർക്കിടെക്ട് എന്ന് വിളിക്കുന്ന ഷാജഹാൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആർക്കിടെക്ചറുകൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് താജ്മഹൽ. 1648 ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. യാ, താജ്മഹൽ അറ്റ് ആഗ്ര, ദാറ്റ് ഈസ് ദ ക്രൗൺ ഓഫ് പാലസസ്. 1648 ഓപ്പൺ ചെയ്യുന്നത്. ഉസ്താദ് അഹമ്മദ് ലഹോരി ഇവരായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസൈനൽ തിങ്സ് നമുക്ക് അടുത്തൊരു PPT പറയാം. മറ്റൊന്ന് 1648 തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് റെഡ് ഫോർട്ട് ഇൻ ഡൽഹി എന്ന് പറയുന്നത്. ഉസ്താദ് അഹമ്മദ് ലഹോരി, ഈ പേര് തന്നെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ആ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ 1656 ഡൽഹിയിലെ ജുമാ മസ്ജിദ് വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ റൂളേഴ്സ് ദെയർ കോൺട്രിബ്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഇതൊന്ന് പഠിച്ചു നോക്കണം. കുറച്ച് സിഗ്നിഫിക്കന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, മിസ് ആക്കരുത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള താജ്മഹലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ, നിങ്ങൾ ഈ കാണുന്ന ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് പിയട്ര ഡ്യൂറ എന്നുള്ളത്. സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അതുപോലെ പെയിന്റിങ്, കല്ലുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന ഈ ഫ്ലോറൽ ഡിസൈൻസിന് വിളിക്കുന്ന പേരാണെന്ത്? പിയട്ര ഡ്യൂറ എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കുക. അതേപോലെ അറബിസ്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അറബിക് ഖുർആൻ കാലിഗ്രഫി, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂറത്ത് യാസീൻ എന്ന് പറയുന്ന ഖുർആനിലെ ഒരു ചാപ്റ്റർ, സൂറ യാസീൻ. അത് ഫുള്ള് നമുക്ക് ഈ താജ്മഹലിൽ എഴുതി വെച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ 4 വലിയൊരു ഡോം ഉണ്ട്, 4 മിനാരങ്ങളുണ്ട്. ബാക്കി അതിന്റെ കോമൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് കൺസിഡർ ദാറ്റ് വൺ, ദാറ്റ്സ് ഇറ്റ്. ഔറംഗസീബിന്റെ കാര്യത്തിൽ ഒരുപാട് വലിയ മോണുമെന്റൽ വർക്ക് നടക്കുന്നില്ലെങ്കിലും ചെറിയ രീതിയിലുണ്ട്. ഒന്ന് പാവപ്പെട്ടവരുടെ താജ്മഹൽ, ബീബി കാ മക്ബറ എന്ന് പറയുന്നത് ഔറംഗാബാദിൽ, മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അദ്ദേഹം തുടങ്ങി വെച്ചു, പിന്നീട് അദ്ദേഹത്തിന്റെ മകനാണ് അത് പൂർത്തീകരിക്കുന്നത്. 1660 അദ്ദേഹം കമ്മീഷൻ ചെയ്തു ഫോർ ഹിസ് വൈഫ് ദിൽറാസ് ബാനു ബീഗം എന്ന് പറയുന്ന റാബിയ തുറാനി.
റാബിയ ദുറാൻ എന്ന് പറയുന്ന ദിൽറാസ് ബാനുബീഗത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണ്. പിന്നീട് അവരുടെ മകനാണ് അത് പൂർത്തീകരിക്കുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കുക. പിന്നെ പറഞ്ഞ പോലെ റെഡ് ഫോർട്ട് ഉണ്ട്. റെഡ് ഫോർട്ട് ഡൽഹി ഉണ്ടാക്കിയവരാണ് ഷാജഹാൻ. അതിനകത്ത് വരുന്ന പേൾ മസ്ജിദ് ആണ് മോത്തി മസ്ജിദ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ നേരത്തെ ജാലിവാക്സിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതും ഈ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഫൈനലി കമ്മിങ് ടു ഡക്കാൻ റീജിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗോൽ ഗുംബസ്, ബിജാപ്പൂർ സുൽത്താനേറ്റില് ആദിൽ ഷാ ഡൈനാസ്റ്റി ആണ് വരുന്നത്. 17ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കർണാടകത്തിലാണ് ഗോൽ ഗുംബസ് എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ലാർജസ്റ്റ് ഡോം ഇൻ ദ വേൾഡ് വരുന്നത്. അതിൽ ഉള്ളത് മുഹമ്മദ് ആദിൽ ഷാ എന്ന് പറയുന്ന 7ാമത്തെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. സോ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ യു ഷുഡ് നോ ദാറ്റ് വൺ. ഇതിന്റെ ഒരു പ്രത്യേകം പറഞ്ഞ അൺസപ്പോർട്ടഡ് ഡോം ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ രീതിയിൽ ടോപ്പിക് അത്രയും സിഗ്നിഫിക്കന്റ് ആണ്, മിസ്സാക്കരുത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ അത്യാവശ്യം നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചും മറിച്ചും സ്ട്രോങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടി പറ്റുകയും ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വൺ. ഹാവ് എ ഹാപ്പി ലേണിംഗ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.